ഈശ്വമിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 35 വരെയുള്ള തിരുവചന ഭാഗം. ഈശോയുടെ പീഡാസഹന മരണ ഉദ്ധാന രഹസ്യങ്ങളുടെ ഏറ്റവും അടുത്ത അനുസ്മരണത്തിൻ്റെ നാളുകളിൽ ഏറെ വേറിട്ട ഒരു തിരുനാൾ ഇന്ന് സഭ ആചരിക്കുകയാണ്. ഇന്ന് മംഗളവാർത്ത തിരുനാളാണ്. ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള സദ്വാർത്ത പരിശുദ്ധ അമ്മയെ ദൈവദൂതൻ അറിയിക്കുന്നതാണ് ഇന്നത്തെ വചന വിചിന്തനത്തിൻ്റെ പ്രമേയം. കാലികമായിട്ടുള്ള ഒരു കണക്കുകൂട്ടലനുസരിച്ച് ഈശോയുടെ ജനനത്തിന് 10 മാസം അല്ലെങ്കിൽ 9 മാസവും ജില്വാനവും ഒക്കെ കണക്കിലാക്കി അതിന് കൃത്യമായ ഒരു തിരുനാള് സഭ ഇന്ന് ആരോപിക്കുകയാണ്. ഈ ദിവസം സഭ ഈ ദൈവദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുക്കലെത്തിയ ആ വലിയ വിശേഷം ഒരിക്കൽ കൂടെ ധ്യാന വിഷയമാക്കുവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നു മുതൽ കൃത്യമായി കണക്കുകൂട്ടി നോക്കുമ്പോൾ ക്രിസ്മസിൻ്റെ ദിനം വരെയുള്ള നാളുകളെയാണ് ഈ തിരുനാൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ അടുക്കൽ ദൈവദൂതൻ കടന്നു വരുന്നത് ഒരു അവിചാരിത സംഭവമല്ല എന്ന് നമുക്കറിയാം. കത്തോലിക്ക സഭയുടെ പ്രബോധനം അനുസരിച്ച് ദൈവം അനാദിയിലെ തൻ്റെ തിരുക്കുമാരന് അമ്മയാകാൻ വേണ്ടിയുള്ള പരിശുദ്ധ മറിയത്തെ തിരഞ്ഞെടുത്തിരുന്നു. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്ന പ്രവചനവാക്യം പരിശുദ്ധ അമ്മയിൽ പൂർത്തിയാകാൻ തക്കവിധം ദൈവം എല്ലാം കാലേ കൂട്ടി ക്രമീകരിച്ചിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. കാലത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുക്കലെത്തി തൻ്റെ സദ്വാർത്ത അറിയിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന് നീ യേശു എന്ന് പേരിടണം. എല്ലാ പൂർണ്ണതയുടെയും പൂർണ്ണതയായ നിറവായ തികവായ ദൈവം പരിശുദ്ധിയുടെ വിളനിലവും പാപലേശമേൽക്കാത്ത വ്യക്തിയുമാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു വ്യക്തി ഈ ഭൂമിയിൽ ഭൂജാതനാകണമെങ്കിൽ അതിന് പാപലേശമന്യേ സൃഷ്ടിക്കപ്പെട്ട ഒരുവള് ഉണ്ടാകണമെന്നത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. അതുകൊണ്ടാണ് യേശുവിനെ സ്വീകരിച്ച, യേശുവിനെ ശരീരത്തിൽ സംവഹിച്ച പരിശുദ്ധ മറിയത്തെ ദൈവം അനാദിയിലെ തിരഞ്ഞെടുത്ത് പാപലേശമന്യേ തിരഞ്ഞെടുത്തുയർത്തി വളർത്തി കൊണ്ടുവന്നിരുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ അമലോത്ഭവ എന്ന് തിരുസഭയാൽ പ്രഖ്യാപിക്കപ്പെട്ടത്. ഈ പരിശുദ്ധ അമ്മയുടെ അടുക്കൽ ദൈവദൂതൻ കടന്നു വരുന്നതാണല്ലോ ഇന്നത്തെ പ്രമേയം. ദൈവദൂതൻ മറിയത്തോട് പറഞ്ഞപ്പോൾ മറിയത്തിൻ്റെ മറുപടിയിൽ സംശയത്തിൻ്റെ ഒരു ചോദ്യമുണ്ട്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അറിയുന്നില്ല എന്ന വാക്കിൻ്റെ അർത്ഥം യോസേപ്പുമായിട്ടുള്ള വിവാഹബന്ധത്തെ അവൾ തള്ളിപ്പറഞ്ഞെന്നോ നിഷേധിച്ചെന്നോ അല്ല. അത് ബിബ്ലിക്കലായിട്ടുള്ള ഒരു ഭാഷ. അതനുസരിച്ച് ശാരീരികമായുള്ള ഒരു ബന്ധത്തെയാണ് ഈ വാക്ക് സൂചിപ്പിക്കുക. അങ്ങനെ ഒരു ശാരീരിക ബന്ധം വിശുദ്ധ യോസേപ്പുമായിട്ട് ഉണ്ടാകാതിരിക്കെ, കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന അന്നുവരെ ദൈവം അതുപോലെ ഇടപെട്ട ഒരു സംഭവം പഴയ നിയമത്തിൻ്റെ ഏടുകളിലെങ്ങും കാണാതിരിക്കെ, പരിശുദ്ധ മറിയമെന്ന ഒരു പാവപ്പെട്ട നാട്ടുമ്പുറക്കാരി പെൺകുട്ടിയിൽ ഇങ്ങനൊരു സംശയം ഉയർന്നത് തികച്ചും സ്വാഭാവികമാണ്. ദൈവദൂതൻ അവൾക്ക് കൃത്യമായി ഉത്തരം കൊടുത്തു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഈ ഉത്തരം കൊണ്ട് പൂർണ്ണ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന മറിയത്തിൻ്റെ നാവിൽ നിന്ന് പിന്നെ അടർന്നു വീഴുന്നത് സമർപ്പണത്തിൻ്റെ ദൈവസന്നിധിയിലെ കയ്യാളിച്ചു കൊടുക്കലിൻ്റെ വാക്കുകളാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. കൂലി ചോദിക്കാനോ
അവകാശപ്പെടാനോ അർഹതയില്ലാത്തവളാണ് ദാസി. മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഒരു വിൽപ്പന ചരക്കാണത്. അതിന് വസ്ത്രം കൊടുക്കണമെന്നോ ഭക്ഷണം കൊടുക്കണമെന്നോ അതിനെ തല്ലരുതെന്നോ കൊല്ലരുതെന്നോ ഒന്നും എവിടെയും എഴുതി വച്ചിട്ടില്ല. അങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ ആർക്കുമെതിരെ നടപടികൾ പോലീസോ അധികാരികളോ എടുക്കില്ല. അത്രയ്ക്ക് വില കുറഞ്ഞ ഒരു വ്യക്തിത്വത്തിന് കൊടുക്കുന്ന പേരാണ് ദാസൻ ദാസി. പരിശുദ്ധ അമ്മ ദൈവകരങ്ങളിൽ ഒരു ദാസിയെ പോലെ സമർപ്പിതയാവുകയാണ്. പിന്നീട് അവൾ പറയുന്നത്, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. പരിശുദ്ധ മറിയത്തിൻ്റെ ഈ ഫിയാത്തിന് ദൈവം കൊടുത്ത വിലയാണ്, ദൈവം തന്ന സമ്മാനമാണ് ഉണ്ണീശോയുടെ ജനനം. ഹാപ്പി ക്രിസ്മസ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ദൈവകരങ്ങളിൽ സ്വയം കൈയാളിച്ചു കൊടുത്ത തിരുനാൾ എന്നതാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ തിരുനാൾ ആഘോഷിക്കുന്ന നമ്മൾ ഓരോരുത്തരിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്ന ഉത്തരവും ഇതാ, കർത്താവിൻ്റെ ദാസൻ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്നാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ ഉദരത്തിൽ സംവഹിക്കപ്പെട്ട യേശുനാഥൻ മാനുഷികമായി ബലഹീനനായി ചോരത്തുള്ളികൾ വിയർപ്പ് തുള്ളികളായി നിലംപതിച്ച ഗെത്സമേൻ തോട്ടത്തിൽ വെച്ച് മാനുഷിക വികാരത്തെ അടിമപ്പെട്ട് ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമെന്ന് ആഗ്രഹിച്ചോടെ പ്രാർത്ഥിച്ചപ്പോഴും ഒരുപക്ഷെ പരിശുദ്ധ അമ്മ ദൈവകരങ്ങളിൽ സ്വയം കൈയാളിച്ചു കൊടുത്തതിൻ്റെ ഓർമ്മ ആ മകൻ്റെ മനസ്സിൽ കടന്നു വന്നിട്ടുണ്ടാകും. അവൻ പറഞ്ഞു, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം, നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞ അമ്മയുടെ മകൻ, ദൈവമേ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞ് ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങുന്നു. ഈ വലിയ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പം ഈ രണ്ട് തിരുനാളുകളെയും ചേർത്ത് വെച്ചുകൊണ്ട് ദൈവഹിതത്തിന് സ്വയം കൈയാളിച്ചു കൊടുത്ത അമ്മയുടെയും മകൻ്റെയും മാർച്ച് 19 തീയതി ഔസേപിതാവിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിച്ചു. അവിടെ കണ്ടു, സ്വപ്നത്തിൽ വെളിപ്പെടുത്തപ്പെട്ട രഹസ്യത്തോട് പൂർണ്ണമായി സഹകരിച്ച് അപ്പോൾ തന്നെ മറിയത്തെ ഭാര്യയായി സ്വീകരിച്ച വിശുദ്ധ ഔസേപിതാവ്. തിരുക്കുടുംബത്തിൻ്റെ പുണ്യമാ പ്രിയപ്പെട്ടവരെ, ദൈവ ഇഷ്ടത്തിന് സ്വയം സമർപ്പിക്കുക എന്നത്. ഞാനും നിങ്ങളുമൊക്കെ കുടുംബങ്ങളിൽ ജനിച്ചവരാണ്. നമ്മുടെ കുടുംബങ്ങളും തിരുക്കുടുംബങ്ങളാകണമെങ്കിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് ദൈവം ഇടപെടണമെങ്കിൽ, അമ്മ പറഞ്ഞ പോലെ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കണമെങ്കിൽ ഈ കൈയാളിച്ചു കൊടുക്കൽ നമുക്ക് ആവശ്യമാണ്. ഹൃദയപരമാർത്ഥതയോടെ ഈ പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്താ തിരുനാളിൻ്റെ അനുഗ്രഹത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒപ്പം ദൈവകരങ്ങളിൽ നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടമെന്നിൽ നിറവേറട്ടെ എന്ന പ്രാർത്ഥനാ മന്ത്രമുയർത്താൻ നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കാം. വിശ്വാനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.